എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു കീർത്തനം നോക്കാം. ത്യാഗരാജ സ്വാമികളുടെ കൃതിയാണ്. ആഭേരി എന്ന രാഗത്തിൽ വളരെ മനോഹരമായ ഹൃദ്യമായ കൃതിയാണ്. എല്ലാ സാധാരണക്കാർക്കും അറിയാവുന്ന ഒരു കൃതിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കൃതി അറിയാൻ മേലാത്തവരായിട്ട് ആരും തന്നെയില്ല. കാരണം കർണാടക സംഗീത പണ്ഡിതരായാലും അല്ലെങ്കിൽ സാധാരണ ശ്രോതാക്കളായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ്. നഗുമോമു ഗനലെ നീനാജാലി തെലിസി എന്ന കൃതി. അപ്പോൾ ആ കൃതി ആഭേരി രാഗത്തിൽ ആ കൃതി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആരോഹണം അവരോഹണം, ഈ രാഗത്തിൽ ആഭേരിയുടെ ആരോഹണം അവരോഹണം ഇങ്ങനെയാണ്. സ സ ഗ മ പ നി സ സ നി ദ പ മ ഗ രി സ. ഘരഹരപ്രിയ എന്ന രാഗത്തിൻ്റെ ജന്യമാണ്. ഘരഹരപ്രിയയിലെ പക്കല നിലപടി നമ്മൾ പല്ലവി നോക്കിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ജന്യമായിട്ട് വരുന്ന രാഗമാണ് ആഭേരി രാഗം. ഇതിൽ അനവധി കൃതികളുണ്ട്. അതിൽ ഒന്നാണിത്. അതുപോലെ സിനിമാ പാട്ടുകളായാലും സിനിമാ ഗാനങ്ങൾ, ഒരുപാട് സിനിമാ ഗാനങ്ങളുണ്ട്. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ, അതുപോലെ ശൃംഗാരവേലനേ ദേവ, മനോഹരമായ പാട്ടുകളാണ്. എ റഹ്മാൻ സാറിൻ്റെ പാട്ടുകളുണ്ട്. കണ്ണോട് കാൺപതെല്ലാം തലൈവ, അങ്ങനെയുള്ള അനവധി ഗാനങ്ങൾ ഈ രാഗത്തിലുണ്ട്. അപ്പോൾ ഇതിലെ സ്വരങ്ങൾ ഷഡ്ജം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശിക നിഷാദം, ഷഡ്ജം എന്നിവയാണ് ആരോഹണ ക്രമത്തിൽ വരുന്നത്. അവരോഹണത്തിൽ സാനിദ പ മഗരി സ, ചിലർ സാനിദ പ മഗരി നീ സ എന്നും പാടാറുണ്ട്. അപ്പോൾ അതിൻ്റെ അവരോഹണത്തിൽ വരുന്നത് ഷഡ്ജം, കൈശിക നിഷാദം, ചതുശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അതുപോലെ സാധാരണ ഗാന്ധാരം, പിന്നെ ചതുശ്രുതി ഋഷഭം, ഷഡ്ജം എന്നിങ്ങനെ വരും. നോക്കാം. ആരോഹണം അവരോഹണം ഒന്ന് വായിച്ചു നോക്കാം. രാഗത്തിന്റെ ഒരു ജസ്റ്റ് ഒരു ആലാപം ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഒരു എപ്പിസോഡ് നമുക്ക് രാഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും കൂടെ നോക്കാം. അപ്പോൾ പല്ലവിയിലേക്ക് കിടക്കാം. നഗുമോ നഗുമോ ഗനലേ നീനാജലി ദിൽസി. ഇത് വളരെ സ്ലോയിൽ റെൻഡർ ചെയ്യേണ്ട ഒരു കൃതിയാണ്. വളരെ നമ്മൾ കൂടുതലും ആൾക്കാരും എല്ലാം ഫാസ്റ്റായിട്ടാണ് ഇത് വായിക്കുന്നത്. പക്ഷേ അത് സ്ലോ റെൻഡറിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു കൃതിയാണ്. കാരണം അതിൻ്റെ അർത്ഥ തലങ്ങൾ അങ്ങനെയാണ്. ഭഗവാനെ കാണാത്ത ആ ഒരു പരിഭവം ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരിഭവത്തിൻ്റെ രീതിയിലാണത്. അങ്ങയുടെ മുഖം കാണാതെ എനിക്കൊരു ദിനം പോലും ഇരിക്കാൻ സാധിക്കില്ല ഭഗവാനെ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു പരിഭവത്തിൽ ഉള്ളൊരു കൃതിയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ആ ഒരു കൃതിയെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലോയിൽ തന്നെ വായിക്കുക, രണ്ട് കള ചൗക്കത്തിൽ. അപ്പോൾ താളം എങ്ങനെയാണ്? ആദ്യ താളം രണ്ട് കളയായിട്ട് പിടിക്കുക. അപ്പോൾ നഗുംബോ മുഗനലേ നീനാജ
പായിൽ നിന്നാണ് ആ പാ വരുന്നത്. മ പ പ പ പ പ പ നി 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 പ മ മ ഗ ഗ ഗ സരി സ നി സ ഗരി സ സ ഗ മ പ. പ മായിൽ നിന്ന് വായിക്കണം. പനി നീ ഇവിടെ തന്നെ വായിക്കുക, സെക്കൻഡിൽ തന്നെ വായിക്കുക. നീ പ മാ ഗ ഗ ഗ സരി സ. അടുത്തത് നഗുമോ. നെക്സ്റ്റ് പ പ പ മ പ നി നി ദ പ മ മ ഗ ഗ ഗ സരി സ ഗരി സ സ ഗ മ. ഡിറ്റോ വേണം ഇവിടെ. അടുത്തത് നഗുമോ ഗനലേ നീ നാജലി തിൽസി. നഗുമോ ഗനലേ നീ മോമോ എന്നൊരു വാക്കാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യരുത്. നഗുമോ എന്ന് വായിക്കണം. മോമോ ഗനലേ നീ നാജലി സ ഗരി സ സ ഗ മ പ. നഗുമോ ഗനലേ നീ നാജലി ദൽസി. അതൊക്കെ സെയിം ആണ്. അടുത്തല്ലേ അടുത്ത സംഗതി. നഗുമോ ഗനലേ നീ നാജലി ദൽസി. ഇപ്പോൾ അവിടെ വരുമ്പോ പ പ നീ പ പ പ സനി പ പ സനി പ. ഗനലേ നീ നര നാദാലി പപ്പ സരി പപ്പ നിസ നിസ ഗ ഗ പ മ പ പ നിസ നി ര പ മ ഗ മ നി ര പ മ ഗ രി. സ ഗ മ പ ച സ ഗ മ പ ഗ മ പ നി പ. അത് ഓക്കെയാണ്.
അല്ലെങ്കിൽ ഇത്രയും വായിച്ചിട്ട് നന്നു ബ്രോ നന്നു ബ്രോ പപ്പ സൈബ സരി പമഗരി സ. അവിടെ 6 കൗണ്ട് നിൽക്കണം. 1 2 3 4 1 2 3 4 5 6 നന്നു ബ്രോ ശ്രീ രഘുവരനീ. ഇപ്പൊ 6 കൗണ്ട് കഴിഞ്ഞിട്ട് 5 6 രഘുവര പാമഗരി സ നീ. ഇനി നഗുമോ ഗനലേ നീനാദാലി. ഇങ്ങനെ വരും. പപ്പ സരിപ പപ്പ സനിപ പനിസ നിസഗ പനിസ ഓമോ പനിസ നിസഗ സഗമപുഗ സഗമപുഗ നീത പമപ പനിസ നീത പമ ഗനനി നാദാലി. പനിസ നീത പമ ഗമ നീത പമ ഗരി. സെയിം. നിസഗരി സ സഗമ ഗമപ പപ്പ സരിപ പനിസ നീത. സെയിം. സനിപ പനിസ നീത പമഗരി സരി പമഗരി സ സരി പമഗരി സ 4 1 2 3 4 അങ്ങനെ വരും. അപ്പോ ഗരി സനിത പരി സനിത പമ നിത പമഗരി നിസഗ സഗമ വരും. അപ്പോൾ ഇത്രയും സംഗതികൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനുപല്ലവി നോക്കാം. ഓക്കെ, താങ്ക് യു.